ദേ ഇങ്ങനെ ഇരുന്ന് എൻ്റെ റൂമിൻ്റെ അവസ്ഥ ഇപ്പം ദേ ഇങ്ങനെയാണ്. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒതുക്കി ക്ലീനാക്കാം. മടി കാരണമാണ് എൻ്റെ റൂം ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, ഇനി ഇത് ബാക്ക് ടു നോർമൽ സ്റ്റേജിൽ കൊണ്ടുവരണം. അതേപോലെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും ഒരു പിടിയില്ല. കാണുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇപ്പം സമയം 3:28. ഒരു 5 മണി കഴിയുമ്പോഴെങ്കിലും ശരിയാവുമായിരിക്കും. മടി എന്നൊക്കെ പറഞ്ഞാൽ പീക്ക് ലെവൽ മടി. രാവിലെ എണീറ്റിട്ട് ഇതുവരെ ജനൽ പോലും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആ ലാമ്പിനെ പതുക്കെ മാറ്റി വെച്ചു. കാരണം അതെങ്ങനെയോ താഴെ വീണ് ഒരു പ്രാവശ്യം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സേഫായിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട്, ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നൊരു ഏരിയ ആണ്. ഇത് ശരിക്കും വെച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒണ്ടേ യൂസ് ചെയ്ത ജീൻസ്, ടവൽസ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഏരിയ സെറ്റ് ചെയ്തത്. പക്ഷേ ഇത് ക്ലീനിങ് ഡേ കഴിഞ്ഞ് ഒരു 2-3 വീക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. പിന്നെയും ബാക്ക് ടു ദേ ഇപ്പം കണ്ടതുപോലെ തന്നെ വരും. അതേപോലെ ബാക്ക് സൈഡിൽ ആ ഡോറിൻ്റെ ഇതിലും ഇതേപോലെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിടും. അത് ശരിക്കൊരു ബാഡ് ഹാബിറ്റ്സ് ആണ്, അറിയാം. എന്നാലും ബാക്ക് ടു ഇങ്ങനെയൊക്കെ തന്നെ വരാം. ഷൂട്ട് കഴിഞ്ഞിട്ടും അതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടും പെട്ടെന്ന് വന്ന് അങ്ങനെ കൊണ്ട് അവിടെ ഇടും. ഇതാണ് പതിവ്. അത് മാറ്റിയെടുക്കാൻ നോക്കണം. അപ്പം ഈ സൈഡിലുള്ള എല്ലാം ഡ്രസ്സും മാറ്റി വെച്ചു. ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. തുടങ്ങണ്ടായിരുന്നെന്ന് തോന്നുന്നു. എന്നാലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാം. എൻ്റെ വെയിറ്റ് കൊണ്ട് ഇത് ബെൻഡായിപ്പോയി. ഇവിടെ ഒരു ഗ്യാപ്പും കാണാം. ശരിയാക്കാൻ പറ്റുമോ? ആ കബോർഡിൻ്റെ ഡോറിൽ കിടന്ന ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നേ. ഈ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഡേ ഇങ്ങനെ നാളത്തേക്കായിട്ട് മാറ്റി വെച്ചു. അതുകൊണ്ടാണ് ശരിക്കും ഈ വീഡിയോ എടുക്കുന്നത്. അങ്ങനെയെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് റൂമെങ്കിലും ക്ലീൻ ആവുമല്ലോ. എൻ്റെ ഒരു കോർണറിൽ നിന്ന് എടുത്ത ഡ്രസ്സ് തന്നെ എൻ്റെ ഹൈറ്റിൻ്റെ അത്രയുണ്ട്. ഇതൊന്ന് കഴുകാനും മാറ്റി വയ്ക്കാനുള്ളതെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഒരുപാട് ഡ്രസ്സുണ്ട്. അതേപോലെ ഒരുപാട് ടൈമും എടുത്തു ഇത് ഇത്രയും മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെയൊക്കെ തന്നെയാണ് കബോർഡിനകത്തും. ശരിക്കും അത് ഞാൻ വലുതായിട്ട് എല്ലാം പുറത്തെടുത്ത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തില്ല. അത് ജസ്റ്റ് അവിടെ വെച്ച് തന്നെ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തു. ഇതിനകത്ത് പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഡെയിലി വെയേഴ്സ് മാത്രമേ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയുള്ളൂ. അങ്ങനെ ആ കിടമ്പ് കഴിഞ്ഞു. ഇവിടെ പിന്നെ അത്യാവശ്യം സ്കിൻ കെയർ, നെയിൽ പോളിഷ്, ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. 10-15 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീനൊന്നുമില്ല. എങ്കിലും സീറം, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തന്നെയാണ്. പിന്നെ ഇത് ഞാൻ സംസാരിച്ച് കൊളവാക്കുന്നതിനേക്കാളും ഇത് കാണാൻ കുറച്ചുകൂടെ രസം ASMR വീഡിയോ കാണുന്നത് തന്നെയാണ്. ടു ബി ഓണസ്റ്റ്, ഇത്രയും പോർഷൻ വോയിസ് ഓവർ ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് സംസാരിക്കാൻ മടിയായതുകൊണ്ടാണ്. ബേസിക്കലി ഐ എം ഇൻട്രോവേർട്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ മിനി വേസ്റ്റ് ബോക്സ്. ഇതിനകത്ത് ഹെയർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോക്സ് വെച്ചിട്ടുള്ളത്. ഇതിന് മുന്നേയൊക്കെ ഹെയർ ഫോൾ കാരണം ഹെയർ താഴെ കിടക്കുമ്പോഴത്തേക്ക് അമ്മയിൽ നിന്ന് ഒരുപാട് വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഈ ബോക്സ് വയ്ക്കുന്നത് ഹെൽപ്ഫുള്ളാണ്. കാരണം ഹെയർ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഫില്ലാകുമ്പോഴത്തേക്ക് അതിനങ്ങ് ഡിസ്പോസ് ചെയ്താൽ മതി. എഗെയിൻ നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം. അതാകുമ്പോൾ ഒരു പ്രാവശ്യത്തെ മെനക്കേട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നിന്ന് ഈ യൂസ് ചെയ്ത ബ്രഷ്, പെൻസിൽ, കാജൽ ഇതൊക്കെ എടുത്ത് മാറ്റി. നമുക്ക് ഈ സ്കിൻ കെയർ ബ്യൂട്ടി പ്രോഡക്ട്സിനെക്കാളും ഒരുപാട് ഇഷ്ടം ഈ കമ്മലിനോടാണ്. അതൊരു വല്ലാത്തരം ക്രൈസാണ്. കാരണം ഇഷ്ടമുള്ള കമ്മൽ അങ്ങ് വാങ്ങി വെക്കും. പിന്നെ ഇതിൽ എല്ലാം യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എല്ലാം ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കമ്മൽ മാത്രം അടിക്കടി യൂസ് ചെയ്യും. ഇതെൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കമ്മലാണ്. കാരണം ഇതിൻ്റെ താഴെ ഗുങ്കുരൂസ് ഉണ്ട്.
നമ്മൾ തലയാട്ടുമ്പോഴത്തേക്കും കിലുങ്ങും. ഇതേപോലെ ഒരെണ്ണം കൂടെ ഞാൻ റീസെൻ്റായിട്ടൊന്ന് വാങ്ങി. പിന്നെ ഇതിനകത്തെല്ലാം സ്റ്റഡ്, ചെറിയ ചെറിയ കമ്മൽ അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുള്ളൂ. പിന്നെ ഈ ടൈപ്പ് കമ്മലും കുറച്ചുണ്ട്. ഇത് നല്ല രസമാണ് കാതിലിട്ടേക്കുമ്പോൾ. ഡെയിലി വെയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഈ കമ്മൽ നന്നായിട്ട് പോവും. പിന്നെ ഇതെല്ലാം ഉള്ളിലേക്ക് വെച്ചു. ഇതേപോലെ ഒരു 2 ബോക്സ് കൂടെ ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. ഇതാണ് സെക്കൻഡ് ബോക്സ്. ഇതിനകത്ത് വന്നിട്ട് ഈ ഗോൾഡ് റിങ്, നോസ് റിങ്, ചെയിൻ, അങ്ങനത്തെ ചെറിയ ചെറിയ കമ്മൽ അങ്ങനെ മാത്രമേ ഉള്ളൂ. ബോക്സ് ഇച്ചിരി ആയതുകൊണ്ടും അതിനകത്ത് റിങ് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ കൂടുതലുള്ളൂ അതുകൊണ്ടും ആ ജോലി പെട്ടെന്ന് കഴിഞ്ഞു. ആൻഡ് ഇതാണ് നെക്സ്റ്റ് ബോക്സ്. 2 ബോക്സ് ഉണ്ട്. ഇതിൽ വലിയ വലിയ കമ്മൽ, ജുംകാസ് അങ്ങനെയൊക്കെയാണുള്ളത്. ഇതെല്ലാം തട്ടിയിട്ടിട്ട് അതിൻ്റെ പേരുണ്ടോ നോക്കുന്നില്ല, കാരണം ഇതിൻ്റെ പേരെല്ലാം വലുതായിട്ട് നമുക്ക് വിസിബിൾ അല്ലേ, അതുകൊണ്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ എല്ലാ പേരും അതിനകത്ത് തന്നെയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് കമ്മൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഇഷ്ടപ്പെട്ട ജുംക്കയാണ്. ഫസ്റ്റ് ടൈം പോയപ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ആൻഡ് സെക്കൻഡ് ടൈം പോയപ്പം ഇത് ഒരേ ഒരു പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനങ്ങ് വാങ്ങി. ഇതേപോലെ നല്ല നല്ല ജുംക്കാസും നല്ല നല്ല ഇയറിങ്സും ഉണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ കുപ്പിവള. ഞാൻ എവിടെ വെച്ച് കണ്ടിരുന്നാലും എൻ്റെ കയ്യിലില്ലാത്ത കളർ 1 ഡസനെങ്കിലും ഞാൻ വാങ്ങിച്ചിരിക്കും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. എന്താണ് ഈ കുപ്പിവളയോട് എനിക്ക് ഇത്ര ഇഷ്ടമെന്ന് അറിയില്ല. ഈ ഒരു പീസ് നല്ല രസമാണ്. അന്ന് എനിക്കൊരു ഡസൺ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ 4 പീസ് മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. എന്നാലും ഇതിപ്പോൾ ഞാൻ വെച്ച് കാണിക്കുന്ന പോലെ എല്ലാ കുപ്പിവളയുടെ സൈഡിലിട്ട് മാച്ച് ചെയ്യാനും നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ ഒരു 4 സെറ്റോളം ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്. ലിറ്ററലി എല്ലാ കളർ വളയുടെ കൂടെയും ഇട്ട് മാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഐറ്റമാണ് ഇത്. അടുക്കി വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ റീസെൻ്റായിട്ട് ഒരു 6 ഡസനോളം റെഡിഷ് മെറൂൺ ബാംഗിൾസ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിതുവരെ ഓപ്പൺ ചെയ്ത് അതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പം അത് വെച്ചപ്പം 2-3 വള പൊട്ടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ വളകളൊന്നും ഈ പെട്ടിക്കകത്ത് നിൽക്കുന്നില്ല. ഇനിയും ഒരുപാടുണ്ട്, നിൽക്കാത്തതായിട്ടുള്ള വളകൾ ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഈ സൈഡിൽ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ബോക്സ് വാങ്ങുന്നവരെ സൈഡിലിങ്ങനെ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ എഗെയിൻ അടുത്ത ബോക്സിൽ വന്നിട്ട് മെറ്റലിൻ്റെ വളയുണ്ട്. കുപ്പിവള മാത്രമല്ല, മെറ്റലുണ്ട്, അല്ലാത്ത പ്ലാസ്റ്റിക് അല്ലല്ലോ, മെറ്റൽ കൈൻഡ് ഓഫ് വളയുണ്ട്. പിന്നെ ശരിക്കും ഈ മിക്ക വളകൾക്കും 5 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അതത്രയും കെയർ ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കയ്യിൽ ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നത്. ആൻഡ് വള സെക്ഷൻ കഴിഞ്ഞു. ഇവിടെയാണ് ഈ ചെറിയ ക്രോപ്പ് ടോപ്പൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതൊരു വലിയ കബോർഡായിരുന്നു. നമ്മൾ 3ആയിട്ട് പാർട്ടീഷൻ ചെയ്ത് നമുക്ക് വെക്കുന്ന രീതിക്ക് നമ്മൾ ഹാങ്ങർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്തതാണ്. ഈ സൈഡ് ഇത്രയും കംപ്ലീറ്റായി. കബോർഡെല്ലാം ക്ലീൻ ചെയ്തു. ഈ സൈഡ് ഫുള്ള് കംപ്ലീറ്റായി. ഇനി ഇതെല്ലാം അതിന് സെറ്റ് ചെയ്യണം. ഈ ടേബിളും ഇതും ശരിയാക്കിയിട്ടുണ്ട്. ഇനി മുകളിൽ മാത്രം. റൂമിലെ ഒരേ ഒരു ടേബിളായതുകൊണ്ട് കൊറിയർ തുറക്കുന്ന കവർ മുതൽ ബോക്സ് വരെ എല്ലാ ടേബിളിൽ തന്നെ ഇട്ടേക്കും. അതെല്ലാം മാറ്റി എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് പൊടിയൊക്കെ തുടച്ച് എല്ലാം നീറ്റാക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടേബിൾ വാങ്ങിയത് ആമസോണിൽ നിന്ന് എന്തോ ആണ്. ഞാൻ എൻ്റെ റൂം മേക്കോർ വീഡിയോയിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പോയി കണ്ടു നോക്കണേ. പിന്നെ ഈ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് കിട്ടിയ ഒരു ഹാബിറ്റാണ് ബൈബിൾ വായിക്കുക എന്നുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് അതായിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഈ ബെഡിലുണ്ടായിരുന്ന കഴുകാനുള്ള തുണികളും മടക്കി വെച്ച തുണികളെല്ലാം മാറ്റി ഓൾമോസ്റ്റ് ബെഡ് കംപ്ലീറ്റായി. അത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എൻ്റെ കാലൊക്കെ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു, അത്രയും ടൈം നിന്നതുകൊണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് കിടന്നു. അതിനുശേഷം കുറച്ച് നേരം ഫോൺ എടുത്ത് റീൽസൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് 5 മണിക്ക് തീരുമെന്ന് വിചാരിച്ചിരുന്ന സാധനം ഇതുവരെ 5:30 കഴിഞ്ഞിട്ടില്ല. പിന്നെ പെട്ടെന്ന് എണീറ്റ് വാക്യൂം എടുത്തിട്ട് ഒന്ന് കണക്ട് ചെയ്തു. എന്നിട്ട് ആ കണ്ണാടി മാറ്റുന്നതായിരുന്നു കുറച്ച് ടാസ്ക് ആയിരുന്ന കാര്യം. കാരണം അതിൻ്റെ സ്റ്റാൻഡ് വെച്ചപ്പോഴത്തേക്ക് അതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടി. പിന്നെ അതിനെയും ചെറുതായിട്ടൊന്ന് എടുത്ത് മാറ്റി. ബെഡിലെയും കട്ടനിലെയും പൊടിയൊക്കെ മാറ്റി കഴിഞ്ഞു. പിന്നെ ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള പണിയല്ല. ഞാൻ ചെയ്യുന്നതിന് ഒരേ ഒരു കാരണം, ഞാൻ റെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ മടി പിടിച്ച് അങ്ങനെ ഇരുന്ന് പോവും. പിന്നെ ഈ പണിയൊക്കെ അത് അവിടെ തന്നെ കിടക്കും. ഇതിപ്പോൾ കഴിയുമെന്ന് എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം പെട്ടെന്ന് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്തിട്ട് അവസാനം നമ്മൾ റൂം കിടക്കുന്ന കാണുമ്പോഴും നല്ലൊരു സമാധാനവും കിട്ടും. നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ഇത്രയും കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ക്ഷീണിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ കാലും നടുവും നല്ലപോലെ വേദനിക്കാൻ തുടങ്ങി. പിന്നെ ഇച്ചിരി കൂടെ ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം. പിന്നെ പെട്ടെന്ന് ട്രാഷ് ബാഗിൽ വേസ്റ്റൊക്കെ കളക്ട് ചെയ്തു. പിന്നെ ബാക്കി സ്ഥലം കൂടെ വാക്വം ഇട്ടു, ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്തു. എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് കഴുകിയിട്ട് ഡ്രസ്സ് ബാക്കി ഇനി മടക്കാനുണ്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ അതെല്ലാം എടുത്തിട്ട് വന്നു. എല്ലാം പെട്ടെന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ടൈം നോക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ശരിക്കും 6:49 ആയിരുന്നു. ഒരുപാട് ലേറ്റായി. ഞാൻ നേരത്തെ തുടങ്ങിയാണ്. ആൻഡ് ഇതാണ് എൻ്റെ ലാസ്റ്റ് റൂമിൻ്റെ ലുക്ക്. ബാക്ക് ടു നോർമലാക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.